മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയോ? അപ്പൊ കേരളം ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബാക്കി എന്താണ് തോന്നുന്നത്? കേരള ഒരു നല്ല സ്ഥലമാണ്, ബാക്കി എല്ലാത്തും കേരളം നല്ലതാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഭരണം മാറണമെന്നാണ്. ബായിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ബായിക്ക് അങ്ങനെ മിണ്ടല്ലേ മിണ്ടല്ലേ അല്ല അതൊക്കെ നിർത്ത് അല്ലല്ല ഇതൊക്കെ നിർത്ത്. ബായ് പറ, കേരളത്തിൽ ഭരണം മാറണോ ഇപ്പോൾ ഉള്ളവർ തന്നെ കണ്ടിന്യൂ ചെയ്യണോ? എന്തൊക്കെ? അതായത് കേരളത്തിൽ ഭരണം സർക്കാർ കേരള സർക്കാർ ചേഞ്ച് വേണോ അതോ? ഇല്ല ഇല്ല, ഈ വേണ്ട, ഈ സർക്കാർ നല്ലതാണ്. ഈ സർക്കാർ മതി. പറയാൻ കാരണം എന്റെ പൊന്നട്ടായങ്ങണ്ട ബാക്കിയുള്ളവർക്ക് വരെ നല്ല മതിപ്പാണ്. നമുക്കാണ് പ്രശ്നം. ബാക്കിയുള്ളവർ പറയണണ്ട. അതാണ് അല്ലെ കേരള സ്വർഗമാണല്ലേ? ബായ് എവിടെ നിന്നാണ്? ആസാമിലാണ്. ആസാം കേരള കമ്പയർ ചെയ്യുമ്പോ ഏതാണ് ബെറ്റർ? കേരളം നല്ലതാണ്. ആസാം അത്ര ഗവൺമെന്റ് ശരിയില്ല. ആസാമിലെ ആരാ ഗവൺമെന്റ്? ഹിമന്ത ബിശ്വ ശർമ്മ. അതെ, അതായത് ഈ ബായി പറഞ്ഞ ഈ ബായിക്ക് നിസ്സാരം 100 രൂപ കിട്ടിയാലും ബായിക്ക് 100 എത്ര രൂപ കിട്ടുന്നുണ്ട്? 100 രൂപ ഒന്നുമല്ല, 1200 കിട്ടുന്നുണ്ട്. 1200 ഇന്ത്യയിൽ എവിടെ കിട്ടും? ഇന്ത്യയിൽ എവിടെ കിട്ടും? ബായ് താങ്ക് യു. ഇന്ത്യയിൽ എവിടെ കിട്ടും? 1200 രൂപ. ഇന്ത്യയിൽ എന്റെ പൊന്നാട്ടാ ഓരോന്ന് പറയല്ലേ എന്റെ പൊന്നിയാട്ടാ. എന്തായാലും ഉടക്കുണ്ടാക്കാനൊന്നുമല്ല. എന്തായാലും കേരളത്തില് എന്തായാലും നിലവിലെ ഭരണം ഏറ്റവും അടിപൊളിയാണെന്ന് പറയുന്നത് അന്യ സംസ്ഥാനക്കാരനായിട്ടുള്ള ഒരു ബായാണ്, ആസാം സ്വദേശി. അപ്പോൾ അവർക്ക് അത്രത്തോളം സന്തോഷമാണ് കേരളത്തിൽ നിൽക്കാൻ. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് എന്തോ വിരളി പിടിച്ച പോലെയാണ്. അത് ഈ കോൺഗ്രസ് അനുഭവികൾക്കും ബാക്കിയുള്ള അനുഭവികൾക്കുള്ള പ്രശ്നമാണ്. നല്ലതിനെ കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പൊ കൊണ്ട് ഇദ്ദേഹമൊക്കെ ഭയങ്കര ഒച്ചപ്പാട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നല്ല ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഭരണം, ഇവിടെ ജോലിക്കയറ്റമില്ല, സാമ്പത്തികമില്ല. അപ്പൊ പിന്നെ സാമ്പത്തികമാണ്. ബായിമാര് 1200 രൂപ ഉണ്ടാക്കുന്നു. ഇവർക്കൊക്കെ പണിയെടുത്തൂടെ? 1200 ഒരു ദിവസം ഉണ്ടാക്കുന്നു. പിന്നെ അതൊന്നും അല്ല, ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെയാണ് പ്രശ്നം. അതായത് നമ്മൾക്ക് ഉള്ളതിന്റെ വില മനസ്സിലാവണില്ല. ഇത് പോയി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ വില ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഉള്ളതിനെ അംഗീകരിക്കാൻ എന്തൊക്കെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റട്ടെ.